വന്ന് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരെ കുഞ്ഞാപ്പയ്ക്ക് അസഹിഷ്ണുത സൃഷ്ടിച്ചു തുടങ്ങി. സ്വാഭാവികം. മേനോൻ മുഖ്യമന്ത്രിയോടൊപ്പം കൂട്ടുനിന്ന് ഒരു മതവിഭാഗത്തെ ചേർത്ത് നിർത്തി അവർക്ക് ആന കൊടുക്കും, ചേന കൊടുക്കും, കൊട്ടാരം കൊടുക്കും എന്നുള്ള വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയതിന് ശേഷം അധികാരം കിട്ടിയപ്പോൾ നരസിംഹറാവു മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് എന്ത് പ്രവൃത്തിയാണോ അന്ന് ലീഗ് ചെയ്തിരുന്നത് അതേ പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ആ ചോദ്യം തെളിയിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കുറേ ഒരു ഗവൺമെന്റ് പെർഫോമൻസ് പാർട്ടി അതിനെപ്പറ്റി ഒന്നും ചോദിക്കാറില്ലേ. ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. ഇനി അടുത്ത അതിന്റെ സമയമായില്ല, സമയമാകുമ്പോൾ ലീഗലായിട്ടുള്ള വശങ്ങൾ നോക്കി. കണ്ടില്ലേ, വഖഫുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായി എന്തേ മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിലേക്ക് തിരികെ കയറ്റാൻ വേണ്ടി മേനോൻ നടത്തുന്ന ശ്രമത്തിന് ലീഗ് കൂട്ടുനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ചോദ്യങ്ങളോട് പോലും അസഹിഷ്ണുത. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, പോരെ, ഇനി എന്തിന് ചുമ്മാ ചോദ്യം ചോദിക്കുന്നു എന്ന നിലയിലേക്ക് കുഞ്ഞാപ്പ എത്തി എന്നതാണ് ആ മറുപടി സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ PM-ശ്രീ നടപ്പാക്കാൻ പോകുന്നു, വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റി തുടങ്ങി ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനമാണ് ഇടത് സർക്കാർ നടപ്പാക്കിയെന്ന് പറഞ്ഞതിന് ശേഷം അധികാരത്തിൽ വന്നിട്ട് PM-ശ്രീയൊക്കെ അറബിക്കടലിൽ കളഞ്ഞോ ഇല്ലയോ നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ അതെല്ലാം ഹലാലായി മാറി. വഖഫിൽ അമുസ്ലിങ്ങൾ വരട്ടെ, ഹലാലല്ലേ. നമ്മൾ കേന്ദ്രത്തിൽ ഭരിക്കുന്നവരെ എന്തിനാണ് വെറുതെ പിണക്കുന്നത്? വഖഫിൽ വേണമെങ്കിലോ, നിങ്ങൾക്ക് PM-ശ്രീ വേണമെങ്കിലോ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലോ എവിടെ വേണോ കാവ്യവൽക്കരണമോ സംഘപരിവാറിൻ്റെ ഇഷ്ടങ്ങൾ നടപ്പാക്കിക്കോ, ഞങ്ങളിവിടെ മിണ്ടാതെ അങ്ങ് ഇരുന്ന് തരും. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്ന വാചകം കൊണ്ട് എല്ലാത്തിനെയും മറയ്ക്കാമെന്ന് ഒരു വല്ലാത്ത ധൈര്യം കുഞ്ഞാപ്പാടെ ഉള്ളിലുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. എന്തായാലും മേനോനോടൊപ്പം നിന്നുകൊണ്ട് ചില കച്ചവട താല്പര്യങ്ങൾക്കപ്പുറം സ്വന്തം മതവിഭാഗത്തിലുള്ളവരെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടും അതിന് കൃത്യമായ ക്ലാരിഫിക്കേഷൻ നടത്താതെ അല്ലെങ്കിൽ വിശദീകരണം നടത്താതെ ഒളിച്ചോടുന്ന രീതിയാണ് കുഞ്ഞാപ്പ അവലംബിക്കുന്നതെന്ന് ആ പ്രതികരണം തെളിയിക്കുകയാണ്. മനസ്സിലാക്കേണ്ടവർക്ക് കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏത് ചോദ്യമോ വരട്ടെ, അതിന് തൃപ്തികരമായ മറുപടി നൽകാതെയുള്ള ഈ ഒളിച്ചോട്ടത്തിൻ്റെ അർത്ഥമെന്താണ്? സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കി സാഷ്ടാംഗം വീണു കഴിഞ്ഞു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ പ്രതികരണം.